ഇപ്പൊ ഇറാനെ പിന്തുണയ്ക്കുന്നു കുറെ ആളുകൾ. എന്താണ് അവിടുത്തെ അവസ്ഥ? ഇസ്രായേലിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, അതിൽ 1-2 മെമ്പേഴ്സ് ഉണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ പാർലമെന്റ് എടുത്ത് ഉടുക്കുകയാണ്. അവർ മൈക്കൊക്കെ എടുത്ത് അടിച്ച് പറിച്ചു. 1-2 പേരേ ഉള്ളൂ. അവർക്ക് എന്തും ചെയ്യാം. തെരുവിൽ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രകടന പ്രതിഷേധം. ആരും ഒന്നും പറയുന്നില്ല. എല്ലാവരും അവരെ തൊഴിൽ നടക്കുന്നു. ഇസ്രായേലി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇറാനിലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. ഈവൻ അവിടുത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായിരുന്നു. ജൂഡോ പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടി ഉൾപ്പെടെ CPI, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇറാൻ. ഇറാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ എവിടെ വർക്ക് ചെയ്യുന്നത്? ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം വന്നപ്പോൾ ഷായെ തുരത്താനായിട്ട് കമ്മ്യൂണിസ്റ്റുകൾ ഷായ്ക്കെതിരെ നിന്നുകൊണ്ട് അയത്തുള്ള കൊമേനി എന്ന് പറയുന്ന പ്രവാചകനെ സ്വീകരിക്കുകയും അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നല്ല തിളക്കവും വെളിച്ചവും ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാണ് ഈ വിപ്ലവം നടത്തിയത്. ഇസ്ലാമിക വിപ്ലവം എന്ന് പറഞ്ഞാൽ, വിപ്ലവം എന്ന് പറഞ്ഞാൽ വയലൻസ് എന്നർത്ഥം. ഇപ്പൊ ഇസ്ലാമിക വയലൻസ്, ഏത് വിപ്ലവം എന്ന് കേട്ടാൽ അതിന്റെ കൂടെ അത് വയലൻസ് എന്ന് വായിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാവും. അല്ല ജനാധിപത്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും മതേതരത്വമോ ഇതൊന്നും ഒരു വിപ്ലവത്തിലും ഉണ്ടാവുന്നില്ല. അതൊക്കെ ഇവിടെ പറയേണ്ടി വരുന്നത് നമ്മൾ അങ്ങനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള കുറെ മൂല്യങ്ങളുള്ളതുകൊണ്ട്. ഒരു മതത്തിലും മതാത്മക രാഷ്ട്രീയത്തിലും ജനാധിപത്യവും ഇല്ല, മതേതരത്വവും ഇല്ല. അപ്പൊ ആ ഇറാനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കള് 10,000-കണക്കിന് ആളുകളാണ് നിഷ്കരണം ആവിയായി പോയത്. നല്ലൊരു പാർട്ടിയായിരുന്നു, നല്ല പാർട്ടികളാണെന്ന് വെച്ചാൽ നല്ല ശക്തിമത്തായ പാർട്ടിയായിരുന്നു. ഇവിടുത്തെ പാർട്ടികളെ പോലെ പോയി. ഇന്ന് ഇറാനിൽ നിങ്ങളൊരു ചെഗുവേരയുടെ ടീഷർട്ട് ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ പ്രശ്നമാണ്. ചെഗുവേരയുടെ ടീഷർട്ട്, അരിവാൾ ചുറ്റിയ നക്ഷത്രം, പിന്നെ ചെങ്കൊടി അവർക്ക് ഇഷ്ടമാണ്. പ്രതികാരത്തിനായിട്ട് അവർ ചെങ്കൊടിയാണ് ഇറാൻ ഉയർത്തുന്നത്, അടിക്കുമെന്ന് പറയും. പക്ഷേ ഈ മറ്റേ ചെങ്കൊടി പറ്റത്തില്ല, നിയമമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും കമ്മ്യൂണിസ്റ്റ് ചിഹ്നമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അകത്താവും. അകത്തായി ചിലപ്പോൾ ജീവിച്ചിരുന്ന ഭാഗ്യം. ഇതാണ് ഇറാന്റെ ചരിത്രം. സ്ത്രീകൾ, അവിടെ നോബൽ പ്രൈസ് കിട്ടിയ സ്ത്രീ ജയിലിൽ കിടക്കുക. ജയിലിൽ കിടന്നുകൊണ്ടാണ് നോബൽ പ്രൈസ് എന്ന്. ശിരോവസ്ത്രം ഇടാത്ത ഒരു സ്ത്രീ തലയടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്തത്. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ വസ്ത്രം മാറി കിടന്നതിനാണ് പുറകെ കൊണ്ടുപോയി വെടിവെച്ച് നട്ടൽ തകർന്ന ഒരു സ്ത്രീ കിടക്കുന്നു. ഇങ്ങനെ ഒരു സമൂഹത്തിലെ ഒരു ഭരണകൂടത്തെയൊക്കെ പൂഴ്ത്തിക്കൊണ്ട് ഒക്കെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ, പിന്നെ ന്യൂക്ലിയർ ആയുധത്തിന്റെ കാര്യത്തിൽ അത് ഇരട്ടത്താപ്പുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ സമ്മതിക്കുന്നു, ഞാൻ എന്നും പറഞ്ഞിട്ടുള്ളതാണ്. കാരണം കുറെ പേര് ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കി അവർ പറയുന്നു ഇനി വേറെ ആരും ഉണ്ടാക്കേണ്ടെന്ന് പറയുന്നു. അത് ഇരട്ടത്താപ്പെന്ന് എല്ലാവർക്കും അറിയാം. അത് പൊളിറ്റിക്കലി അത് ഹിപ്പോക്രസി തന്നെയാണ്. അപ്പൊ ചോദിക്കും എല്ലാവർക്കും ഉണ്ടാക്കാൻ അനുവദിക്കണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും അത് ശരിയല്ലല്ലോ, അവിടെ പ്രായോഗികത നോക്കണ്ടേ. അതാണ് അതിനകത്ത് പ്രശ്നം. ഇപ്പൊ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കാനായിട്ട് അടുത്തടുത്ത് വരിക. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ന്യൂക്ലിയർ ആയുധം ഉണ്ട്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് ന്യൂക്ലിയർ ആയുധം ഉണ്ട്. ന്യൂക്ലിയർ ആയുധമുള്ള 2 രാജ്യങ്ങൾ ചേർന്ന് ന്യൂക്ലിയർ ആയുധങ്ങൾ ഇതുവരെ ഇല്ലാത്ത ഒരു രാജ്യത്തെയാണ് ആക്രമിച്ചത്. വസ്തുതയാണ്. പക്ഷെ ഈ രാജ്യം അതിനടുത്തെത്തിയിരിക്കുകയാണ്. പിന്നെ ഈ രാജ്യത്തിന് വേറൊരു പ്രശ്നമുണ്ട്. ഇതിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ മതി. ഇത് നോക്കേണ്ടി വരും. അത് ഹമാസ് വെച്ച് നോക്കേണ്ടി വരും. ഇപ്പൊ ചില പറയും 60% വരെയല്ലേ ആയുള്ളൂ. ആക്ച്വലി യുറേനിയം 235 എന്ന് പറയുന്ന ഐസോട്ടോപ്പ് ആണ് ശരിക്കും ഫിസൈൽ മെറ്റീരിയൽ. 238 ആണ് നമ്മൾ പൊതുവെ കാണപ്പെടുന്ന ഐസോട്ടോപ്പ്. 99.3% അതാണ്. 0.7% മാത്രമാണ് ഈ 235 എന്ന് പറയുന്ന ഐസോട്ടോപ്പുകൾ. അത് വേർതിരിച്ചെടുക്കുകയാണ്. യുറേനിയത്തെ ഗ്യാസ് ആക്കിയതിനു ശേഷം സെൻട്രിഫ്യൂജിൽ വെച്ച് കറക്കി അത് വേർതിരിച്ചെടുക്കുകയാണ്. 3% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെങ്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. 3%. മെഡിസിനൽ പർപ്പസിന് പരമാവധി 20%. അത് മതി ഒരു രാജ്യത്തിന്. പിന്നെ ഇറാൻ എന്തിനാണ് ഈ 60 വരെ സമ്പുഷ്ടീകരിച്ചത്? കറക്കി എന്തിനാ? ന്യൂക്ലിയർ ആയുധം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ. അപ്പൊ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന ഒരു രാജ്യം വെച്ച് നോക്കുമ്പോൾ ആളുകൾക്ക് അല്പം പ്രശ്നമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ 60% സമ്പുഷ്ടീകരണം നടത്തിയെന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നു ഈ 60 ആയിട്ടുള്ളൂ, ഇനി 40 കൂടെ ബാക്കിയുണ്ടെന്ന്. അങ്ങനെയല്ല സമ്പുഷ്ടീകരണം പോകുന്നത്. 60% എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 90% തന്നെ നിങ്ങൾ വെക്കണം. ഏതാനും ജസ്റ്റ് 1 സ്റ്റെപ്പ് അവേ ഫ്രം എന്നാണ് എന്റെ അർത്ഥം. അല്ലാതെ ഇൻക്രിമെന്റൽ 60, 61, 62, 63 അങ്ങനെയല്ല ഇത് പോകുന്നത്. അതിന്റെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട് അറിയാത്തതുകൊണ്ടാണ് പലരും 60 ആയുള്ളൂ ഇനി 40 കൂടെ പോകുന്നുണ്ട്. അങ്ങനെയല്ല. ജസ്റ്റ് 1 or 2 വീക്ക് അവേ ഫ്രം ഒരു ജസ്റ്റ് അടുത്ത സ്റ്റെപ്പാണ്. 90% അധികം ആയി കഴിഞ്ഞാൽ ഫിസൈൽ മെറ്റീരിയൽ ആയി കഴിഞ്ഞാൽ അത് ചെയിൻ റിയാക്ഷൻ ഉണ്ടാക്കും. അല്ലാതെ ഒരുപാട് അതാണ് പറയുന്നത്. 2012 മുതൽ നെതന്യാഹു പറയുന്നത് അവർ 2 ആഴ്ച 3 ആഴ്ച 1 മാസം അകലെയാണെന്ന്. അതേ അവസ്ഥയിൽ തന്നെയാണ്.